29ാമത് IFFKയുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന 2 മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം. എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ശ്രാദ്ധം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഓരോ മൈൽ സ്റ്റോണും എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഓഫറിങ് തന്നെയാണത്. നാട്ടുമ്പുറങ്ങളിൽ മാത്രമല്ല, ഈവൻ urban സ്പേസസിൽ പോലും ഇത്തരത്തിലുള്ള അനാചാരങ്ങളുണ്ട്. മരണശേഷം ഉള്ള ഇതൊരു ബിസിനസ് തന്നെയാണ്. ആ പ്രോസസ്സ് റിയാലിറ്റിയാണ്, അത് എല്ലാവരും അനുഭവിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു കഥ പറച്ചിൽ ഈ ഒരു സാധനം നമുക്ക് പറയാതെ ചില കാര്യങ്ങളിൽ ചില കഥകൾ ചിലപ്പോൾ പൂർണ്ണമായിട്ടും അത് കൊണ്ടുവരാൻ പറ്റില്ല. വളരെ ശക്തവും സങ്കീർണവുമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രത്തെ പറ്റി സംവിധായക തന്നെ നമ്മളോട് സംസാരിക്കും. ഇന്ദുലക്ഷ്മി, എന്തുകൊണ്ട് അപ്പുറം അങ്ങനൊരു സിനിമ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സിനിമ കാണണം എന്നതിനെ പറ്റി ഇന്ദുലക്ഷ്മിക്ക് എന്താണ്? അപ്പുറം എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എനിക്ക് എപ്പോഴും പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു എലിമെൻ്റാണ്. അതിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആക്ച്വലി നിള കഴിഞ്ഞതിന് ശേഷം പല വിഷയങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു, പല സിനിമകളും. കാരണം എനിക്ക് നിള കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരെണ്ണം ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു. അപ്പം പല ത്രെഡുകളും ആലോചിച്ചിട്ട് എനിക്ക് ആക്ച്വലി ഓക്കെ ദിസ് ഈസ് ദ വൺ എന്ന് പൂർണ്ണമായിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമയാണ്. കാരണം ആ ടൈമിലുള്ളൊരു ഡിഫിക്കൽട്ടിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരു മുറിവിലേക്കുള്ളൊരു തിരിച്ചു പോക്കുണ്ടല്ലോ. കാരണം എത്ര വർഷം കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില എപ്പിസോഡ്സ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഉള്ളിലുള്ളൊരു മുറിവിലേക്കുള്ളൊരു തിരിച്ചുപോക്കും ഒരു അറ്റംപ്റ്റ് ടു ഹീൽ എന്നുള്ള രീതിയിൽ ആണ് സിനിമ സംഭവിച്ചത്. പിന്നെ ഈ സബ്ജക്റ്റ് ആലോചിച്ചപ്പോൾ ബാക്കിയുള്ള എലിമെൻറ്റ്സ്, സാധാരണ പല സിനിമകളും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരും. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെ തടസ്സങ്ങൾക്ക് പകരം ഒരുപാട് നല്ല നിമിത്തങ്ങളായിരുന്നു. എല്ലാം പോസിറ്റീവായിട്ടൊരു നമുക്ക് ഒരാൾ വഴി കാണിച്ചു തരുന്ന പോലെ ഉണ്ടായിരുന്നു. ഒരു അനദർ ഫോഴ്സ് ഇത് ഹാപ്പൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ആക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇറ്റ് വാസ് ഓൾ യെസ് നോ വന്നിട്ടില്ല. വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങൾ, അവരെ പറ്റി എഴുതുക, അവരുടെ ആ നിമിഷങ്ങൾ ചിത്രീകരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പം അതെങ്ങനെയാണ് ഒരു ഹീലിംഗ് പ്രോസസ് ആകുക? ഭയങ്കര ട്രോമാറ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ ചിത്ര എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ജാനകി, ചിത്രയുടെ ഒരു തുടർച്ച പോലെയുള്ള ജാനകി, വേണു, ഇവരെല്ലാം അതിഭീകരമായൊരു സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവരെ ചിത്രീകരിക്കുമ്പോൾ എങ്ങനെയാണ് അതൊരു ഹീലിംഗ് പ്രോസസ് ആകുക? അവർക്കൊരു പര്യവസാനവും ഉണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സിറ്റുവേഷൻസിൻ്റെ കൺട്രോളില്ല. നമുക്ക് കഥ പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് ക്യാരക്ടേഴ്സിൻ്റെ ട്രോമയെ സൊല്യൂഷനും കൂടെ നമുക്ക് കണ്ടെത്താനുള്ളൊരു പവറുണ്ട്. റിയാലിറ്റിയിൽ അതില്ല. അപ്പോൾ ആ തരത്തിൽ ആ ട്രോമകളുടെ ഒരു കൺക്ലൂഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അവർക്കൊരു മോചനം അവിടെ ലഭിക്കുന്നുണ്ട്. അത് റിയൽ ലൈഫിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ആർക്കും കഥയിലൂടെ അത് നമുക്ക് സംഭവിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും പ്രധാനം ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. 2024 നമ്മൾ സംസാരിക്കുമ്പോഴും ആചാരങ്ങൾ, പ്രത്യേകിച്ച് ആർത്തവ ആചാരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആർത്തവ ശുദ്ധിയെ പറ്റിയൊക്കെ നമ്മൾ വീണ്ടും ഒരു സിനിമയെ കൂടെ അതിൻ്റെ ഒരു നെഗറ്റീവ് സാധനം പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി എങ്ങനെയാണ്? ഇത് ആക്ച്വലി ഇതൊരു പറഞ്ഞു കൊടുക്കലായിട്ടോ അത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഈ സിനിമയിൽ കാലഘട്ടം രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാനത് ഇഫ് യു നോട്ടീസ് ഇതിനകത്തൊരു മൊബൈൽ ഫോൺ അത്തരത്തിലുള്ള ഒരു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു അടയാളങ്ങളും ഇല്ല. TV അങ്ങനത്തെ ഉപകരണങ്ങൾ നമ്മൾ കാണിച്ചിട്ടുള്ളതെല്ലാം പഴയ ഒരു കാലത്ത്, ഒരു 20 years ബാക്ക് എന്നുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ ഇൻറ്റേർണലി വിചാരിച്ചിരുന്നത്. അവിടെ ഉപയോഗിക്കുന്ന കാലണ്ടറും കാര്യങ്ങളും ഒക്കെ അത്തരത്തിൽ തന്നെയാണ്. ഫേർണിച്ചർ എല്ലാം ആ ഒരു കാലഘട്ടവുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്. കാലഘട്ടം ഏതാണെന്ന് പറയുന്നില്ല, പക്ഷേ എന്നാൽ ഈ കാലഘട്ടം അല്ല എന്നും പറയുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ആചാരങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ടറിയുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ഇത് ഇപ്പോൾ പറയാൻ കൂടി പറ്റില്ല. അത് അങ്ങനെയാണ് എന്ന് പറയാൻ കൂടി പറ്റില്ല എങ്കിൽ അവർ ഭയങ്കര ഒഫൻഡഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴും നിലവിലുണ്ട്. അതും ഒരു റിയാലിറ്റിയാണ്. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാനിതിന് മുന്നേ പറയുകയും ചെയ്തിട്ടുണ്ട്, ഒരു സ്പേസിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇത് കംപ്ലീറ്റ്ലി എനിക്കൊരു ഓട്ടോബയോഗ്രഫിക്കലാണ്. ഇതിലെ ജാനകി എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ തന്നെയാണ്, ഇതെൻ്റെ അനുഭവം തന്നെയാണ്, ഇത് എൻ്റെ തന്നെ സ്റ്റോറിയാണ്.
ഇതിനകത്ത് ഞാൻ വർക്കിംഗ് ടൈറ്റിലായിട്ട് ഇട്ടിരുന്നത് ശ്രാദ്ധം എന്നാണ് ഈ സിനിമയുടെ വർക്കിംഗ് ടൈറ്റിൽ ഇട്ടിരുന്നത്. അപ്പുറം എന്നുള്ള ടൈറ്റിൽ വേറെ ആർക്കും അറിയത്തുമില്ലായിരുന്നു. ശ്രാദ്ധം എന്നാണ്. അപ്പോൾ ആ ശ്രാദ്ധം എന്നുള്ളത് ഇത് എൻ്റെ അമ്മയ്ക്ക് നൽകുന്ന ശ്രാദ്ധമാണ്. കാരണം ഞാൻ അങ്ങനെ സ്ട്രിക്ട്ലി ഈ പറഞ്ഞ ചടങ്ങുകൾ ചെയ്യാനും അങ്ങനെ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. ശ്രാദ്ധം അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ബലിയിടൽ ചടങ്ങുകൾ ഒന്നും ഞാൻ പേഴ്സണലി അങ്ങനെ ഡെഫിനറ്റ്ലി ആ സമയത്ത് നമ്മൾ ഇടുമല്ലോ. അതല്ലാതെ ശ്രാദ്ധം എന്ന് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ശ്രാദ്ധം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഓരോ മൈൽ സ്റ്റോണും എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഓഫറിങ് തന്നെയാണത്. ആ ഓഫറിങ് തന്നെയാണ് ഈ സിനിമ. ശ്രാദ്ധമായിട്ട് എൻ്റെ അമ്മയ്ക്ക്, അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ, അമ്മയുടെ ഒരു സ്വപ്നങ്ങൾക്ക് മുമ്പേ കൊടുക്കുന്ന ഒരു ശ്രാദ്ധമൂട്ടൽ തന്നെയാണ് ഈ സിനിമ. അതാണ് ഈ ജാനകിക്കൊപ്പം തന്നെ നമ്മളും ഈ ചിതയൊരുക്കുന്നതോ അല്ലെങ്കിൽ ബാക്കി മരണസംബന്ധമായ ഒരു പ്രക്രിയയെ പറ്റി നമ്മൾ കാണുന്നില്ല. എല്ലാം ഒരു പുക കാണിക്കുന്നു, അല്ലെങ്കിൽ വെലിച്ചോറിന്റെ അവശിഷ്ടം കാണിക്കുന്നു, അങ്ങനെയുള്ള സാധനം മാത്രമാണ് കാണുന്നത്. അത് ജാനകിയിലൂടെ ആ സന്ദർഭത്തെ അല്ലെങ്കിൽ ബിന്ദു കടന്നുപോയി എന്ന് പറയുന്ന ആ അവസ്ഥയിലൂടെ കൊണ്ടുപോകാനായിരുന്നു ശ്രമമായിരുന്നു. അതെ, എന്ന് വെച്ചാൽ ജാനകി കാണാത്തത് ഓഡിയൻസ് കാണണ്ട എന്നുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു അതുകൊണ്ട് തന്നെയാണ് ജഗദീഷ് സാർ വരുന്ന ആ സമയത്ത് ക്യാമറയുടെ ആംഗിൾ ഇപ്പുറത്താണ്, ഇവിടെയാണ് വെച്ചേക്കുന്നത്, ഇങ്ങോട്ടല്ല. ഇപ്പുറത്ത് ചിത്രമുണ്ട്, പക്ഷേ അതെനിക്ക് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ബോധപൂർവം നമുക്ക് ആ ഉള്ള സ്ഥലത്ത് ഏറ്റവും ബാക്കിൽ ക്യാമറ പ്ലേസ് ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. കാരണം ആ ഒരു വിഷ്വലാണ് കിട്ടേണ്ടത്. ഇങ്ങോട്ടത്തേക്കുള്ള വിഷ്വൽ വേണ്ട, ഇത് മാത്രം മതി എന്നുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ഇത്. ഇതിലും ഈ പറഞ്ഞ പോലെ എനിക്കൊരു സിസ്റ്ററാണ് ഉള്ളത്, ഞാനും അനിയത്തിയും. അപ്പം നമ്മുടെ ഒരു കമ്പൈൻഡ് ഒരു റെപ്രസെൻറ്റേഷനാണ് ജാനകി എന്നുള്ളത്. അപ്പം അത് ഈ പറഞ്ഞ പോലെ ജാനകി കാണാത്തത് ഓഡിയൻസ് കാണണില്ല. ചിത്രയുടെ വീട്ടിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അമ്മ, അച്ഛൻ, ഇവർ ആ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനത്തെയുള്ള ഒരു ആചാരങ്ങളെ പിന്തുടരുന്നവരാണ്. അല്ലെങ്കിൽ ഒരു അതങ്ങനല്ല, അത് വേണ്ട എന്ന് പറയുന്ന ആരെയും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. ഒരു ചെറിയൊരു ചർച്ച കാണിച്ചാൽ പോലും ഏതെങ്കിലും വിധത്തിൽ അവസാനം ഇവർ എത്തിച്ചേരുക ഇത് ചെയ്തില്ലെങ്കിൽ ദോഷമാകും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ് ഒരാളെ പോലും അങ്ങനെ ഒരു വേറെ സ്പേസിൽ നിർത്താതെ എല്ലാവരും ഇതിനെ പിന്തുടരുന്നവരാണ്, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന ഏലിയൻ ആയിട്ടുള്ള വേണുവും ജാനകിയും മാത്രം ഇതിന്റെ ഇരകളാകുന്നു എന്നുള്ള രീതി കൊണ്ട്? ഇതിനകത്ത് ചില കഥാപാത്രങ്ങൾ ഒരു ന്യൂട്രലിറ്റിയിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇതിനെ ലംഘിക്കാനായിട്ട് ഉള്ള ധൈര്യമില്ല. ഇപ്പൊ ഞാനിപ്പോ പറയാണ് ഇന്ന ദോഷം സംഭവിക്കും ഇത് ചെയ്തില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ആർക്കും അവരുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. അപ്പം അത്തരത്തിൽ ഇപ്പോഴും നാട്ടുമ്പുറങ്ങളിൽ മാത്രമല്ല, ഈവൻ അർബൻ സ്പേസസിൽ പോലും ഇത്തരത്തിലുള്ള അനാചാരങ്ങളുണ്ട്. മരണശേഷം ഉള്ള ഇതൊരു ബിസിനസ് തന്നെയാണ്. ഇപ്പം ഉള്ള എല്ലാ മരണങ്ങളിലും ഈ കാര്യം പറയും, കരുനാളാണ്, പൂജ ചെയ്യണം. ആ പൂജ എന്താണ് അവർ ആ പൂജ ചെയ്യുന്നത്? അപ്പോൾ അതൊരു പറ്റിക്കലാണ് എന്നുള്ളത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു പറ്റിക്കലാണ്. അങ്ങനെ ഇപ്പോൾ ഹൈന്ദവ ആചാരപ്രകാരം ആണ് പറയുന്നതെങ്കിൽ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളിങ്ങനെ ഇതിപ്പോൾ ഞാൻ ആ ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവിലല്ല പറയണത്. നമുക്ക് ഭഗവത്ഗീതയിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഹൈന്ദവ ആചാരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പറയുന്നുണ്ട്, സാഖ്യയോഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് മരണാനന്തരം എന്നുള്ളത് ഒരു തിയറി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ആത്മാവിനെ പിടിച്ചു വയ്ക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അതിനകത്തൊരു പാസേജ് തന്നെ ഉണ്ട്, അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷയേവച്ച നിത്യ സർവഗത സ്ഥാനവും അചലോയം സനാതന എന്ന് പറഞ്ഞിട്ട് എന്താണ് വാട്ട് ഈസ് ആത്മാവ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം വാട്ട് ഐ എം സെയിങ് ഇസ്, ഇഫ് യു ആർ ഗോയിങ് സ്ട്രിക്ട്ലി ബൈ ദ സ്ക്രിപ്റ്റേഴ്സ്, അത്തരത്തിലുള്ള അതിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളത് ഹിന്ദുസ് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആളുകളെ ഒരു സമാധാനിപ്പിക്കാനായിട്ടുള്ള ഇതാണ്. ഓക്കെ, ആത്മാവിനെ മോക്ഷം കൊടുത്തു, നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണോ? അങ്ങനെ വേറൊരാളുടെ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ അതിനെ തളച്ചു വയ്ക്കാൻ നമുക്ക് പറ്റുമോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ it doesn't make any sense, but it is for the benefit of people who are afraid. ഇങ്ങനെ കേൾക്കുന്നവർക്ക്, ചുറ്റുമുള്ളവർക്കുള്ളൊരു ഭയമാണ് എല്ലാവരെയും ഡ്രൈവ് ചെയ്യുന്നത്. ആ ഭയം എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും പറ്റുമോ, ഇനി എന്തെങ്കിലും പറ്റുമോ, ഇത് കാരണം ഇനി വേറെ ദോഷം വരുമോ, ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഫിയർ ഇസ് ദെയർ. ഇപ്പം ഈ വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ വരുമ്പോൾ തന്നെ ഒരു വിമർശനമായിട്ട് ചില കോണുകളിൽ നിന്ന് വരുന്നത്, അവർ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇത് ഇങ്ങനെ ഒരു ഭയങ്കരമായ ഫീമെയിൽ പേഴ്സ്പെക്റ്റീവ് ഉള്ള സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ പേഴ്സ്പെക്റ്റീവ് ഒന്നും അല്ലായിരിക്കും പറയുക, അത് അവർ കൈകാര്യം ചെയ്യുക ആർത്തവ സംബന്ധിയായ വിഷയമായിരിക്കും, അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വരാറുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഈ പറയുന്ന ആളുകൾ തന്നെ ഒരു സെൽഫ് ക്രിറ്റിസിസമായിട്ട് എടുക്കേണ്ട കാര്യമല്ലേ?
കാരണം ഫീമെയിൽ പേഴ്സ്പെക്റ്റീവ് അധികമായി വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഇതാണ് അതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണോ? അല്ല, ഇത് കഥ പറച്ചിലിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഇതിനകത്ത് മെൻസ്ട്രേഷൻ മാത്രമല്ല വരുന്നത്. ഇപ്പോൾ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ, യുണീക്കായിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കഥ പറയുമ്പോൾ അറിയാതെ അത് ഉൾപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇൻ്റർനാഷണലി തന്നെ അത്തരം വിവേചനങ്ങളും ചില കാര്യങ്ങൾ, ചില എലിമെൻറ്റ്സ്, ഇറ്റ് ഇസ് എ റിയാലിറ്റി ഫോർ അസ്. അപ്പം പുരുഷന്മാർക്ക് അത് ഒരു പക്ഷേ നമ്മുടെ എവറിഡേ റിയാലിറ്റി ആണ് എന്നുള്ളത് ഒരു പക്ഷേ ചിലപ്പം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോൾ നിളയിലാണെങ്കിലും, നിളയിൽ മാലതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു മെയിൽ ആണ് ചെയ്തതെങ്കിലും ആ കഥ മാറുന്നില്ല, ആ വൈകാരികത മാറുന്നില്ല, അയാളുടെ അവസാനത്തെ ആ ഒരു കൺവിക്ഷൻസ് മാറുന്നില്ല. ഞാനത് മാലതി എന്നുള്ളത് ഒരു വുമണിനെ ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അവിടെ ഒരു മെയിലിനെയാണ് പ്ലേസ് ചെയ്തിരുന്നെങ്കിലും അതിൻ്റെ കഥ മാറുന്നില്ല, അതിൻ്റെ വൈകാരികതകൾ മാറുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റ് ഉണ്ട്. അത് നേരിട്ട് അറിയുന്നൊരു കാര്യവുമാണ്. ഇത്തരത്തിൽ നമുക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ആചാരങ്ങളുടെ ഇതൊരു വിഷയമാണ് എന്നുള്ളത് എനിക്കൊരു ബോധ്യമുള്ളത് കൊണ്ട് അത് അങ്ങനെ സ്വാഭാവികമായിട്ടത് വന്നതാണ്. അല്ലാതെ ഞാൻ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ചെയ്തേക്കാം, ഇങ്ങനെ ഒരു എലിമെൻറ്റ് കൊണ്ടുവന്നേക്കാം എന്നുള്ളതല്ല. ഇപ്പം മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന എല്ലാ സ്ത്രീകളുടെയും ഒരു റിയാലിറ്റിയാണ്. നിങ്ങൾ ഈ ചുറ്റുമിരിക്കുന്ന ഈ സ്ത്രീകളിൽ എത്ര പേർക്കാണ് ശരിക്കും വയറുവേദന എടുത്തിട്ടിരിക്കുന്നത്, നടുവേദന എടുത്തിട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ വേദനയും വെച്ചുകൊണ്ടാണ് ഈ ചുറ്റുമുള്ള ലോകത്തുള്ള സ്ത്രീകളെല്ലാം അവരവരുടെ കാര്യങ്ങൾ അവർ ഫങ്ഷൻ ചെയ്യുന്നതും, ജോലി ആയിക്കോട്ടെ, വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഈവൻ മൂവി മേക്കിംഗ് ആണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും ദിസ് റിയാലിറ്റി ഈസ് ദെയർ. ആ വേദന റിയാലിറ്റിയാണ്, ആ പ്രോസസ്സ് റിയാലിറ്റിയാണ്, അത് എല്ലാവരും അനുഭവിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു കഥ പറച്ചിലിൽ ഈ ഒരു സാധനം നമുക്ക് പറയാതെ ചില കഥകൾ ചിലപ്പോൾ പൂർണ്ണമായിട്ടും അത് കൊണ്ടുവരാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ റിയാലിറ്റി വിച്ച് വി ആർ ഡീലിംഗ് വിത്ത് എവറി മന്ത്. സോ ഇറ്റ് ഓട്ടോമാറ്റിക്കലി കംസ് ഇൻ ടു ദ നെറേറ്റീവ്. ഇതിപ്പോൾ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സ്വന്തമായിട്ടാണ്. അപ്പം എങ്ങനെയായിരിക്കും ഇനി ഈ പടത്തെ മുന്നോട്ട് കൊണ്ടുപോവുക? കാരണം ഇനി ഇത് അടുത്ത എവിടൊക്കെ സ്പേസിൽ നമുക്ക് കാണാൻ സാധിക്കും? ഈ ഫെസ്റ്റിവലിന് പുറത്തേക്കും കൂടെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തെ ഈ ഫെസ്റ്റിവൽ റൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം സിനിമകളോ ഇത്തരം വിഷയങ്ങളോ പലപ്പോഴും നമ്മുടെ പൊതു ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് സിനിമ സംബന്ധിച്ച്. അപ്പം എങ്ങനെയാണ് ഈ സിനിമയെ ഇന്ദുലക്ഷ്മിനി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ? തിയേറ്റർ റിലീസോ അങ്ങനെ? ഇപ്പോൾ അതിനെക്കുറിച്ച് ആക്ച്വലി ഒന്നും പ്ലാൻഡ് അല്ല. ഇപ്പോൾ ഫെസ്റ്റിവൽസിന് മാക്സിമം അയക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ ഉള്ള കാര്യം. കാരണം വേൾഡ് പ്രീമിയർ കഴിഞ്ഞു, ഇനി ഇൻ്റർനാഷണൽ പ്രീമിയറും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രീമിയർ ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും രീതിയിൽ ഇത് എവിടെയെങ്കിലും ഒരു രേഖപ്പെടുത്തൽ ഉണ്ടാവണമല്ലോ. ഇറ്റ് ഹാസ് ടു ബി പ്രിസർവ്ഡ് സംവെയർ. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ ആ സമയത്ത് പാരലലി ആലോചിക്കുന്നുണ്ട്. ഡിസ്കഷൻസ് ആർ ഹാപ്പനിങ്, ബട്ട് വീൽ തിങ്ക് അബൌട്ട് ഇറ്റ് മേ ബി ലൈക്ക് ആഫ്റ്റർ ഓൾ ദ ഫെസ്റ്റിവൽ റൺസ്. എന്തായാലും IFFK ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പുറത്തെ. കാരണം ഇന്നലെ ഞാൻ കണ്ട ഷോയ്ക്ക് നല്ല നിറഞ്ഞ സദസ്സും കയ്യടികളും ഉണ്ടായിരുന്നു. അതിങ്ങനെ തിയേറ്റർ റിലീസ് ഉണ്ടാകുമ്പോഴും നടക്കട്ടെ, സംഭവിക്കട്ടെ എന്ന് പറയുന്നു. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.